വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യാസമയത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ബഹുമാനരാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ 4ാമത്തെ സെഷനിലാണ് നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. കഴിഞ്ഞുപോയ 3 സെഷനുകളിലും ശുശ്രൂഷിച്ച ആലോചനകളുടെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആവർത്തിച്ച് നമ്മൾ വായിച്ച ആ വചനം വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് 2 ദൂതുകളാണ് നമ്മൾ സ്വീകരിച്ചത്. ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു, ഇവിടെ കയറി വരിക. ഒരു സ്പിരിച്വൽ പ്രൊമോഷനിലേക്ക് കർത്താവ് നമ്മെ നയിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഞാനതിൻ്റെ പ്രഥമ സെഷനിലെ വാതിലിനെ കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുതിയ പ്രതലത്തെ തുറന്നിരിക്കുകയാണ്. വ്യത്യസ്ത പ്രതലങ്ങളുണ്ട്. ആ പ്രതലങ്ങളിൽ കർത്താവ് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് ഉയർച്ചകൾ നൽകിത്തരും. ആ തരത്തിലുള്ളൊരു ഉയർച്ചയിലാണ് 26 ആരംഭിക്കുന്നത്. 2026 കർത്താവ് നിങ്ങളെ ഒരു പുതിയ പ്രതലത്തിലെത്തിക്കുകയാണ്, ഒരു റിലത്തിൽ എത്തിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ നമ്മളാണ് ആ പ്രതലത്തിൽ എത്തിച്ചേരേണ്ടത്. അവിടെ നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നമ്മെ സഹായിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവുണ്ട്. ആ സമയത്താണ് നമുക്കൊരു വലിയ ആഴമേറിയ വെളിപ്പാട് ലഭിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധം വേണ്ടത് പരിശുദ്ധാത്മാവുമായിട്ടാകുന്നു. മറ്റെല്ലാ ബന്ധങ്ങളെക്കാൾ കൂടുതലായിട്ടും നമുക്ക് ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവുമായിട്ടാണ്. പരിശുദ്ധാത്മാവിനെ അറിയണം. ഹഗിയോസ് ന്യൂമയെ അറിയണം. ന്യൂമാ ലീത്തിയെ കൂടുതൽ അടുത്തറിയണം. പാരക്ലീറ്റോസിനെ കൂടുതൽ അടുത്തറിയണം. റുഹ ഹ കാഡോഷിനെ കൂടുതൽ അടുത്തറിയേണ്ടത് ആവശ്യമാണ്. ആ ബന്ധമാണ് നമ്മെ ഉയരത്തിലെത്തിക്കുന്നത്. അവിടെ ഉയരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ എത്തിയിരിക്കുന്നത് സൂപ്പർ നാച്ചുറലിലാണ്. നാച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിൽ എത്തിയിരിക്കുന്നു. മാനുഷിക തലത്തിൽ നിന്ന് അമാനുഷിക തലത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, നമ്മൾ സാധാരണ ഒരു തലത്തിൽ നിന്ന് അസാധാരണമാകുന്ന ഒരു തലത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഈ വർഷം സംഭവിക്കണം. നിങ്ങളുടെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ആ സന്ദേശം നിങ്ങൾ നടപ്പിലാക്കണം. ഓരോ ദിവസവും പ്രകൃതിയാതീത തലത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. മനുഷ്യരെ പോലെ ജീവിക്കരുത്, ദൈവത്തെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ യേശുവിനെ പോലെ ജീവിക്കണം. അത് സാധ്യമാണ്. അവിടെയാണ് നിങ്ങളുടെ ഫലങ്ങൾ അസാധാരണമായി തീരാൻ പോകുന്നത്. അസാധാരണമാകുന്ന ഫലങ്ങൾ കർത്താവ് നൽകി തരുവാൻ പോകുന്നു. അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ നമ്മളൊരു സംഘർഷത്തെ നേരിട്ടു. ഭാഷയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് കർത്താവ് ഇന്നലെ രാത്രി നമുക്കൊരു ഭാഷാ വിപ്ലവം നൽകി തന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണ്. അടുത്ത ഒരു അപ്ഗ്രേഡ് ആ മേഖലയിൽ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സോഫ്റ്റ്വെയറിനെ കർത്താവ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ടങ്സിനൊക്കെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ റെസിഡൻസ് ആകുന്നതിനാൽ ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ ഒരു വിൻഡോ നിങ്ങൾ 24 hours ഓപ്പൺ ചെയ്തു. സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ്. ഹല്ലേലൂയ. ഹ്യൂമൻ സ്പിരിറ്റ് 24 മണിക്കൂറും അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു ചുമതല ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് രാത്രിയിൽ ഉറക്കത്തിൽ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണ്. ആ ഒരു തലത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രേ വിതൗട്ട് സീസിങ്, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും എഴുതുന്നു. നിങ്ങൾ ഇൻ്ററപ്ഷൻ കൂടാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി തീരും. അന്യഭാഷയിൽ കർത്താവ് ഒരു വലിയ അപ്ഗ്രഡേഷൻ നൽകിയിരിക്കുന്നു. അന്യഭാഷയിൽ വലിയ മുന്നേറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിൽ വർദ്ധിക്കണം. അത് എല്ലാ മേഖലയിലും അനുഗ്രഹമായി തീരും. നിങ്ങളുടെ വിസ്ഡത്തിൻ്റെ മേഖലയിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയി തീരും. കാരണം ആ ഭാഷയ്ക്കൊക്കെ തുളിഞ്ഞിരിക്കുന്ന ഹിഡൻ വിസ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം നമ്മിലൂടെ പ്രകടമാകുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവേഴ്സായി തീരുകയാണ്. പ്രോബ്ലം സോൾവേഴ്സായി തീരുമ്പോൾ നമ്മൾ
ഈ തലമുറയ്ക്കൊരാവശ്യമായി മാറും. നമ്മളൊരു നീഡായിട്ട് മാറും. ഭൂമിയിൽ മാത്രമല്ല, ദൈവത്തിന് നമ്മളൊരാവശ്യമായിട്ട് മാറും. അത് നിങ്ങളുടെ ആയുസിൻ്റെ മേഖലയ്ക്ക് തന്നെ ഗുണമാണ്. നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുവാൻ അത് കാരണമായി തീരും. നിങ്ങൾ ഈ ഭൂമിയിൽ ആവശ്യമുള്ള വ്യക്തിയാകുന്നു എന്ന് ദൈവം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് വരെ ഗുണമേന്മയുള്ളതായി തീരും. ആമേൻ. ഇന്ന് പകൽ നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ, അന്യഭാഷയിൽ സംസാരിച്ച് സൂപ്പർ നാച്ചുറലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളാണ് ഇന്ന് പകൽ നമ്മൾ പങ്കുവച്ചത്. അകത്ത് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളായിരിക്കുന്ന അന്തരീക്ഷത്തിന് വ്യത്യാസമുണ്ട്. ദൈവ സാന്നിധ്യമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളായിരിക്കുന്നത്. സാന്നിധ്യത്തെ ഹോസ്റ്റ് ചെയ്യുവാൻ കർത്താവ് നമുക്ക് പ്രാപ്തി തരികയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരെയൊക്കെ കർത്താവ് ആ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രസൻസിനെ ഹോസ്റ്റ് ചെയ്യുന്നവരായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഓരോരുത്തരത് വിശ്വസിച്ച് സ്വീകരിക്കണം. പെൺകുട്ടികളൊക്കെ സ്വീകരിക്കണം. ആമേൻ. നിങ്ങളെ കൊണ്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. അരുണാചൽ പ്രദേശിലെ യൂത്ത്സിൻ്റെ ഇടയിൽ ചലനമുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. അവർക്ക് പഴയ പരിചയങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു കൊടുക്കുന്നു അതാണ് അവർ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആത്മസാന്നിധ്യം വരുമ്പോൾ നിങ്ങൾക്ക് ബോൾഡ്നെസ് ലഭിക്കും. എവിടെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള ആ ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു കൊച്ച് ബി എഡിന് പഠിക്കുകയായിരുന്നു. ആ ബി എഡിന് പഠിക്കുന്ന കൊച്ച് അവൾ ചെന്നിട്ട് ക്ലാസ്സിൽ ചെന്നിട്ട് ടീച്ചർ വരുന്നതിന് മുന്നമേ, ടീച്ചർ ബെല്ലടിച്ച് ടീച്ചർ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് അവൾക്ക് പെട്ടെന്ന് ആത്മാവിലൊരു പ്രേരണയുണ്ട്. എഴുന്നേറ്റ് വന്ന് ഈ കുട്ടികളോട്, എല്ലാ സ്റ്റുഡൻസും അകത്താണ്, ടീച്ചർ വരാൻ പോകുകയാണ്, ഈ എഴുന്നേറ്റ് വന്ന് പ്രസംഗിക്കണമെന്ന് തോന്നി. അവൾ മുൻപിലോട്ട് വന്നിട്ട് എഴുന്നേറ്റ് വന്ന് ഒരു 10-15 മിനിറ്റ് കുറച്ച് സമയം അവൾ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവളിങ്ങനെ ശക്തമായി പ്രസംഗിക്കുമ്പോൾ ടീച്ചർ വന്നു. ടീച്ചർ എന്താണ് നീ ചെയ്യുന്നത് ചോദിച്ചു. ടീച്ചർ ഇവളെ ശ്രദ്ധിച്ചു നോക്കി. അവിടെ വാദിച്ചു നിന്ന് എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആശയവിനിമയമൊക്കെ സംഭവിച്ചു. ടീച്ചർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അവളങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞിട്ട്, ടീച്ചറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ടീച്ചറിനെ പോയി കാണുകയുണ്ടായി. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ഞാനവിടെ നിൻ്റെ ആ ക്ലാസ്സിൽ വന്നപ്പോൾ നീ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പം നിൻ്റെ മുഖത്തൊരു ഭയങ്കര പ്രകാശം ഞാൻ ഫീൽ ചെയ്തു, ഒരു വലിയ സമാധാനവും ഞാൻ ഫീൽ ചെയ്തു. എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുകയാണ് ടീച്ചറിനോട് കർത്താവിനെ കുറിച്ച് പറയുക. അപ്പോൾ ഇവർക്ക് ആവേശം കൂടി. ഇതിൽ വിജയം ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ പെൺപിള്ളേരെല്ലാം കൂടെ ആവേശഭരിതരായി അവർ റോഡിലിറങ്ങിയിട്ട് റോഡിലൂടെ നടന്ന് കാണുന്നവരോട്, അവർക്ക് ലീഡിങ് ലഭിക്കുന്നവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങി. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ലിക്വർ ഷോപ്പ് കണ്ടു. ആ ലിക്വർ ഷോപ്പ് കണ്ടപ്പോൾ അവർക്കൊരു പ്രേരണയുണ്ട്, ആ ലിക്വർ ഷോപ്പിൽ പോയിട്ട് സുവിശേഷം പറയണം. അപ്പോൾ ഈ പെൺകുട്ടികൾ ലിക്വർ ഷോപ്പിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അത് വിൽക്കുന്നവർ വിചാരിച്ചു പെൺപിള്ളേരും ഇത് മേടിക്കാൻ വരികയാണോ എന്ന് ചിന്തിക്കുകയുണ്ടായി. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വന്നത് ഇത് വാങ്ങാൻ വേണ്ടിയല്ല, നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള വിൽക്കുന്നവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ഇവിടെയുള്ള നിങ്ങളെയൊക്കെ വ്യത്യസ്ത മേഖലകളിൽ ഉപയോഗിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പിന്നെ ഈ കുട്ടികൾ ഒരുമിച്ച് കൂടിയതിന് ശേഷമായിട്ട്, അത് വേറൊരു ചർച്ചിലാണ്, അവിടെ പാസ്റ്റർ സാജറ്റ് എന്ന് പറയുന്നൊരു ദേവാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ യുവജനങ്ങളെല്ലാം കൂടെ കൂടി അവരെ സ്കൂളുകളിൽ പോകുവാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്കൂളിൽ ചെന്ന് ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ അവിടെ വന്ന് അവരോട് സുവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പായിട്ട് പോയി. അങ്ങനെ ഗ്രൂപ്പായിട്ട് പോയി കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ച് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ കുട്ടികളോട് പറയാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടികൾ കൂടുതൽ കൂടി വരികയുണ്ട്. കൂടി വന്നിങ്ങനെ പറയുമ്പോൾ എന്തോ സംഭവിച്ചു, ഈ കുട്ടികളെല്ലാം ആത്മവിശുദ്ധിയിൽ താഴെ വീണു. അപ്പോൾ പബ്ലിക് പ്ലേസിലൊക്കെ ആത്മവിശ്വാസം സംഭവിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ നിലയിലുള്ള ചലനങ്ങളൊക്കെ സംഭവിക്കും ഉണർവ് വരുമ്പോൾ. വിശ്വസിച്ച് സ്വീകരിക്കുക. ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരെയൊക്കെ കർത്താവ് ആ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കൊണ്ട് നിറയ്ക്കട്ടെ.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ആ വിസ്ഡം ലഭിക്കട്ടെ, ആ ബോൾഡ്നെസ് ലഭിക്കട്ടെ. അന്യഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ധൈര്യത്തോടു കൂടെ ചെയ്യുവാനുള്ള ആ ബോധ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. അവിടെ നിങ്ങളുടെ സ്കൂളുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ ചിലപ്പോൾ പരസ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളായിരിക്കില്ല ലഭിക്കുന്നത്. വ്യത്യസ്തമായിട്ട് ആ സാഹചര്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പുകൾ വയ്ക്കുകയാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. കൂട്ടുകാരൻ്റെ മേലൊരു വിടുതൽ നടക്കും. വാ, ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവ സാന്നിധ്യം വഹിക്കുമ്പോൾ, സാന്നിധ്യം വഹിച്ചു കൊണ്ടുപോകുമ്പോൾ, അങ്ങനെ ജീവിക്കുവാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ വാക്കിംഗ് ഇൻ ദി അവെയർനെസ് ഓഫ് ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവിൽ നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ലൈഫിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കുവാൻ പോകുന്നു. ആമേൻ. അതിന് സഹായകരമാകുന്ന ദൈവശക്തിയും കർത്താവ് നൽകി തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ സൂപ്പർ നാച്ചുറലിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കുവാൻ കഴിയുമെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നു. അതുമാത്രമല്ല, സൂപ്പർ നാച്ചുറലിൽ നിങ്ങളായിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, അവിടെ വ്യാപരിക്കുന്ന ശക്തി സൂപ്പർ നാച്ചുറൽ ശക്തിയാണ്. ഡ്യൂനാമിസ് പവറാണ് അവിടെ വ്യാപരിക്കുന്നത്. അവിടെ വ്യാപരിക്കുന്നത് കാർട്ടോസ് പവറാണ് അവിടെ വ്യാപരിക്കുന്നത്. അവിടെ വ്യാപരിക്കുന്നത് ഇസ്കിസ് പവറാണ് അവിടെ വ്യാപരിക്കുന്നത്. അവിടെ വ്യാപരിക്കുന്നത് എനർജിസ് പവറാണ് അവിടെ വ്യാപരിക്കുന്നത്. ആ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ മതി. നിങ്ങളുടെ കണ്ണുകളിൽ ആ ശക്തി വരട്ടെ, നിങ്ങളുടെ കാതുകളിൽ ആ ശക്തി വരട്ടെ, നിങ്ങളുടെ ശബ്ദത്തിൽ ആ ശക്തി വരട്ടെ, നിങ്ങളുടെ കൈകളിൽ ആ ശക്തി വരട്ടെ, നിങ്ങളുടെ ഉദരത്തിൽ ആ ശക്തി വരട്ടെ, നിങ്ങളുടെ കാലുകളിൽ ആ ശക്തി വരട്ടെ. അവിടെ ശബ്ദം മാറുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് കേൾക്കുന്നത് പോലെ നിങ്ങൾ കേൾക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് കാണുന്നത് പോലെ നിങ്ങൾ കാണുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങുന്ന ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ഈ യാത്ര തുടരാൻ പോകുകയാണ്. എൻ്റെ സഹപ്രവർത്തകരെല്ലാം പോയി, ഒരു സൂസനേ ഉള്ളൂ. മിനുണ്ട്, മിനുവും സൂസനും ഉണ്ട്. അമിത്തിനെ കാണാനില്ല. ഉണ്ട്, അമിത് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി പുതിയ ആളുകളെ പിടിക്കണം. സാം പാസ്റ്ററിയോ നിബു പാസ്റ്ററിയോ ഒക്കെ പിടിക്കാം അല്ലേ? ആമേൻ. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഈ സൂപ്പർ നാച്ചുറലിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഇതിനകത്തായിരിക്കുമ്പോൾ, സൂപ്പർ നാച്ചുറലായിരിക്കുമ്പോൾ ആകമാനം ഒരു ഊർജ്ജസ്വലത ശരീരത്തിനുണ്ടാകുന്നു. മറ്റേത് മുട്ടുവേദന, പെടലി വേദന, നടുവേദന, ഇങ്ങനെ മാറി മാറിയുള്ള കാര്യങ്ങളായിരുന്നു സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. എന്നാൽ ആ ഒരു തലത്തിൽ നിന്നൊരു മാറ്റമുണ്ടായിട്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ ഒരു വലിയ സ്വസ്ഥത വെളിപ്പെടുകയാണ്. Come on, hallelujah. രാത്രിയിൽ ചിലരുടെ മേൽ ശക്തമാകുന്ന സ്പർശനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമാകുന്ന സ്പർശനം, വളരെ ശക്തമാകുന്നൊരു സ്പർശനം, വളരെ ശക്തമാകുന്നൊരു സ്പർശനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിൻ്റെ മേഖലയിൽ നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. അനാവശ്യമാകുന്ന വേദനകൾ, അനാവശ്യമാകുന്ന രോഗങ്ങൾ, അവയവങ്ങൾക്ക് വന്നിരിക്കുന്ന കേടുകൾ, ഇവയെ മാറ്റി കർത്താവ് നിങ്ങളുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓ കമോൺ, ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് കർത്താവ് അത്ഭുതകരമാകുന്ന സൂപ്പർ നാച്ചുറൽ ഹെൽത്ത്, സൂപ്പർ നാച്ചുറൽ ഹെൽത്ത്, സൂപ്പർ നാച്ചുറൽ ഹെൽത്ത്, സൂപ്പർ നാച്ചുറൽ ഹെൽത്ത്, supernatural health, supernatural health. Wow. Raksha vila kata parata fasa bata. Baruta benasa kato de banasa batarati. Nelata virasa maturas. Gora asimaturi lama tupanati.
Man, was hier Tobene Limate. Man, sie Toffel, Laramatu, das ist. Juna separate Caperaticale. Aga, Narvatella, Lebaratacale. Darula, Badana Sakat. Agushilibana, Sabertini. ആമേൻ. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ശ്രുതി 24-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ശ്രുതി സുറിയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗി, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. വാ, ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഇതുപോലെ ആശുപത്രിയൊന്നുമില്ല, ഡോക്ടേഴ്സ് ഇല്ല, വൈദ്യശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ ആധുനികമാകുന്ന കണ്ടുപിടുത്തങ്ങളൊന്നുമില്ലാത്ത സമയത്ത് സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ സോഴ്സാണ്. പ്രകൃതിയിലെ ചില സംവിധാനങ്ങൾ കാണുമായിരിക്കും. കർത്താവിനാൽ നടന്ന സൗഖ്യങ്ങൾ, എണ്ണമില്ലാത്ത സൗഖ്യങ്ങൾ ഇവിടെ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സകലവിധ ദീനക്കാരെയും അവൻ സൗഖ്യമാക്കി. നിങ്ങൾ സാന്നിധ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇസ്രായേൽ മക്കളെ തന്നെ ശ്രദ്ധിക്കുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വന്ന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിൽ പ്രവേശിച്ചതിന് ശേഷം അവർ സാന്നിധ്യത്തിൻ്റെ കീഴിലായിരുന്നു, ഗ്ലോറിയുടെ കീഴിലായിരുന്നു. ക്ലൗഡ്, പകൽ മേഘമുണ്ടായിരുന്നു, രാത്രി അഗ്നി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ കീഴിലായിരുന്ന സന്ദർഭത്തിൽ ആർക്കും രോഗങ്ങളൊന്നുമില്ല, ഡോക്ടേഴ്സില്ല. അന്ന് അത് അവിടെ ഇവരുടെ ഇടയിൽ തന്നെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ആശുപത്രികളോ ഒന്നുമില്ല. 40 വർഷത്തോളം ഈ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ആർക്കും രോഗം വരാതെ അവരെ പരിശുദ്ധാത്മാവിനെ കാക്കുവാൻ കഴിയുമെങ്കിൽ അതിലും ബെറ്ററായിട്ടുള്ളൊരു കവനന്റിൻ്റെ കീഴിലാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. നീ അത് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ തയ്യാറാക്കണം. അതിൽ തന്നെ തുടരുവാൻ നീ തയ്യാറാകണം. നിന്റെ പുതിയ നിയമ ഉടമ്പടി, നിന്നെ ആക്കിയിരിക്കുന്ന പുതിയ നിയമ ഉടമ്പടി അതിലും ഉന്നതമാകുന്നു. അവരോട് പഴയ നിയമത്തിലാണ് രോഗശാന്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ വളരെ ശ്രദ്ധേയമാകുന്നൊരു വാക്യമാണ് പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുക, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. അവയുടെ യഥാർത്ഥത്തിൽ മൂലഭാഷയിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും എന്നുള്ളത്, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഓഫ് ചെയ്യുമെന്നാണ്. രോഗങ്ങളെ ഓഫ് ചെയ്യും. നീ അത് ഓണാക്കാതിരുന്നാൽ മതി, അതിനെ കർത്താവ് അങ്ങ് ഓഫ് ചെയ്യുകയാണ്. വാ, ഹല്ലേലൂയ. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും, നിന്റെ നടുവിൽ നിന്ന് ഓഫ് ചെയ്യും, ഇല്ലാതെയാക്കും. ആമേൻ, ഹല്ലേലൂയ. അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഗർഭമത്സരമൊന്നും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല, ഞാൻ നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. ഇതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരോട് കർത്താവ് പറയുന്നുണ്ട്, ഞാനൊരു ദൂതനെ 21-20 പറയുന്നുണ്ട്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നിങ്ങളുടെ കൂടെ ഒരു ദൂതനുണ്ട്. പുതിയ നിയമത്തിൽ നിങ്ങളുടെ കൂടെ ഒരു ദൂതനുണ്ട്. ഇനി 23-ാമത്തെ വാക്യത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ആ വാക്യം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 25-ാമത്തെ വാക്യം 25-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ. ഇനി ശ്രദ്ധിക്കണം, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ആരാണ് ഈ അവൻ? യഥാർത്ഥത്തിൽ അവിടെ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും, ആ ദൂതനാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നമേ നിങ്ങളുടെ ദൂതൻ നിങ്ങളുടെ ഭക്ഷണത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. പേടിപിടിയെന്ന് കഴിക്കരുത്, ഇച്ചിരി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചേ കഴിക്കുക. ദൂതന് സമയം കൊടുക്കണം. ഇതിനകത്ത് ഈ പെസ്റ്റിസൈഡ്സ് എല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു സമയം നീ കൊടുക്കണം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ, കർത്താവ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? രോഗങ്ങളെ ഓഫ് ചെയ്യാൻ പോകുകയാണ്. ആ ഒരു പ്രതലത്തിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന ചിലർ വിശ്വാസത്തോടുകൂടെ കയറട്ടെ.
രോഗങ്ങൾ ഓഫായി പോകുന്ന ഒരു പ്രതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കമോൺ, ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ കർത്താവ് തൊടുകയാണ്. ഈ രാത്രിയിൽ തന്നെ ആരെങ്കിലും ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ വിശ്വസിക്കണം, അനാവശ്യമായിട്ട് ദീർഘനാളുകളായിട്ട് നീ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ മരുന്ന് കുപ്പികൾ അതിൻ്റെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ യേശുവിൻ നാമത്തിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്ത് മരുന്ന് വയ്ക്കുന്ന അലമാര ബൈബിൾ വയ്ക്കുവാൻ വേണ്ടി ആ നിലയിൽ ഒരു മാറ്റമുണ്ടാകത്തക്കവണ്ണം, കുപ്പികൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകത്തക്കവണ്ണം നിന്റെ ശരീരത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. വാ വാ വാ, ഹല്ലേലൂയ. എതിർക്കുവാൻ തയ്യാറാകുക. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ വിധേയപ്പെടുത്തി കൊടുക്കരുത്, എതിർക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് നിങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്തരുത്, വിശദീകരണങ്ങൾ നടത്തരുത്. അത്യാവശ്യമായിട്ട് ആരോടെങ്കിലും കൺസേൺഡ് ആയിട്ടുള്ള ആളുകളോട്, ഡോക്ടേഴ്സിനോട് പറയണമെങ്കിൽ പറയുക. അല്ലാതെ രാപകലില്ലാതെ അയ്യോ എനിക്ക് ഡയബറ്റീസാണ്, അയ്യോ എനിക്ക് ബ്ലഡ് പ്രഷറാണ് എന്ന് പറയരുത്. കാരണം നിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. ആ വാക്കുകൾ വിത്തുകളാകുന്നു, സീഡുകളാകുന്നു. വാ കൊണ്ട് പറയരുത്. ഭയപ്പെടുന്ന കാര്യം ഒരിക്കലും വാ കൊണ്ട് പറയരുത്. പലരും ഭയപ്പെടുന്ന കാര്യങ്ങൾ വാ കൊണ്ട് പറയും. ഭയപ്പെടുന്ന കാര്യങ്ങൾ പറയരുത്. ഭയമെന്ന് പറയുന്നത് നിഴൽ പോലെ മാത്രമേ ഉള്ളൂ. അതിനെ നിനക്ക് ജയിക്കുവാൻ കഴിയും. അത് നിൻ്റെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഘർഷം മാത്രമാണ്. അതിനെ നിനക്ക് ജയിക്കുവാൻ കഴിയും. എന്താ നീ ഭയപ്പെടുന്നത്? അത് നീ വാ കൊണ്ട് പറയരുത്. വാ കൊണ്ട് പറഞ്ഞാൽ വിത്തായിത്തീരുകയാണ്. വാ, നിങ്ങളെല്ലാം പരിശുദ്ധാത്മാ ഉള്ളവരല്ലേ? പരിശുദ്ധാത്മാ ഉള്ളവരാകുന്നതിനാൽ നിൻ്റെ വായ്ക്ക് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്. നിൻ്റെ വായിൽ കൂടെ നിഷേധാർത്ഥകമാകുന്ന വാക്കുകൾ വരരുത്, വിത്തുകളായി തീരരുത്. ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറയുന്നു, പിള്ളേരോട് പറയുന്നു, ഫാസ്റ്ററോട് പറയുന്നു, പറഞ്ഞുകൊണ്ടിരിക്കരുത്. പകരം നീ അതിനെ എതിർക്കണം, നീ അതിനോട് സംസാരിക്കണം, നീ അതിനോട് പറയണം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു, ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എൻ്റെ ശരീരത്തിൽ തുടരുവാൻ നിനക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അതിനെ എതിർക്കുവാൻ തുടങ്ങുകയാണ് എങ്കിൽ അതിൻ്റെ പിടി അയയുവാൻ പോകുകയാണ്. അതിൻ്റെ പിടി അയയുവാൻ പോകുന്നു. നിൻ്റെ ശരീരത്തിൽ അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. നിൻ്റെ ശരീരത്തിൽ അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. നിൻ്റെ ശരീരം ആമേൻ ആയുസ്സുള്ളതായി, ആരോഗ്യമുള്ളതായി തീരുവാൻ പോകുന്നു. ദീർഘമാകുന്ന ഓട്ടങ്ങൾക്ക് വേണ്ടി നിൻ്റെ ശരീരത്തെ കർത്താവ് പ്രത്യേകമായി ബലപ്പെടുത്തുവാൻ പോകുകയാണ്. നിൻ്റെ അരികിലുള്ള ദൂതന്മാർ സജീവമാകുവാൻ പോകുന്നു. ആമേൻ. ഇതിനകത്ത് സൂപ്പർ നാച്ചുറൽ ആർമി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. ആ ആർമി എന്നുള്ള വിഷയം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ പറയാം. പലരുടെയും അരികിൽ നിൽക്കുന്ന ദൂതന്മാർക്ക് യാതൊരു വർക്കുമില്ല. ദൈവം ദൂതന്മാരെ കൊടുത്തിരിക്കുകയാണ്. ഈ ദൂതന്മാർക്ക് യാതൊരു വർക്കുമില്ല. കാരണം എന്താണ്? അവർ ഫെയ്ത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ, വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കുന്നില്ല. മാത്രമല്ല വചനം അവർ സംസാരിക്കുന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ദൂതന്മാർക്ക് സജീവമാകുവാൻ കഴിയത്തുള്ളൂ. നിൻ്റെ അരികിൽ നിൽക്കുന്ന ദൂതനെ നീ ആക്കണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണം. ഏത് പ്രതികൂലം വന്നു കഴിഞ്ഞാലും ഉടൻ തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന വ്യക്തിയായിട്ട് നീ തീരണം. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയണം. വചനം ഏറ്റുപറയുമ്പോൾ നിൻ്റെ അരികിൽ നിൽക്കുന്ന ദൂതന്മാർ സജീവമാകുവാൻ പോകുന്നു. ഹല്ലേലൂയ. അവർക്ക് നല്ല വർക്ക് കൊടുക്കണം. അവർ വളരെ ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുകയാണ്. ആമേൻ. നിങ്ങൾ ദൈവദാസന്മാരെ പോലെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 2 ദൂതന്മാരല്ല, നിങ്ങൾക്ക് ദൂതന്മാരുടെ എണ്ണം കൂടുതലാണ്. കൂടുതൽ ദൂതന്മാരുണ്ട്. ഓ യെസ്, ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന ദൂതന്മാർ നിൻ്റെ മുറിയിൽ ഇറങ്ങുവാൻ പോകുന്നു. രാത്രികാലങ്ങളിൽ നീ കിടന്നുറങ്ങുമ്പോൾ, നീ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ, വിശ്വാസത്തോടുകൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ, ആ രാത്രിയിൽ ദൈവദൂതന്മാർ നിൻ്റെ മുറിയിൽ ഇറങ്ങി വന്ന് നിൻ്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ആയിരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് വചനങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം
മൂന്നാമത്തെ വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സൗഖ്യം വന്നുമിരിക്കുന്നു. ആ ഭാഗം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. രോഗം ശീലിച്ചവനായി എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ എക്സ്പീരിയൻസ്. ക്രൂശിലായിരിക്കുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള സകല രോഗങ്ങളും കർത്താവ് ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ പറയേണ്ട, നിങ്ങൾ അനുഭവിക്കുന്ന സകല രോഗങ്ങളും കർത്താവ് ക്രൂശിൽ എക്സ്പീരിയൻസ് ചെയ്തു. നീ അനുഭവിക്കുന്ന മുട്ടുവേദന ആരനുഭവിച്ചു? യേശു അനുഭവിച്ചു. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. രോഗം ശീലിച്ചവനായും. അതുകൊണ്ടാണ് രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു. അവിടെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് സംഭവിക്കുന്നൊരു കാര്യമാണ് ക്രൂശിൽ സംഭവിക്കുന്നത്. അതൊരു ദൈവത്തിൻ്റെ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുകയാണ്. അത് ഒരു നീതി ന്യായ സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്ന ആ തത്വത്തിൽ നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, ഒരു കുറ്റത്തിന് ഒരാൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അതേ കുറ്റത്തിന് മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു കോടതി അങ്ങനെ ചെയ്യുമോ? ഒരു കോടതിയും അങ്ങനെ ചെയ്യുകയില്ല. എങ്കിൽ ഈ വേദന ഇല്ലാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയും. വാ വാ വാ, come on, hallelujah, hallelujah. ശാരീരിക രോഗങ്ങളെ അവൻ വഹിച്ചതിനാൽ, അവൻ വേദനകളെ ഇത് വിശ്വസിച്ച് സ്വീകരിക്കണം. നിങ്ങൾ പ്രായോഗികമായിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പാസ്റ്റർ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുകയാണല്ലോ, അങ്ങനെ കാണരുത്. ഇപ്പോൾ നിങ്ങളിത് കയറി അങ്ങ് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ശരീരത്തിൽ കാണുന്നതോ അനുഭവിക്കുന്നതോ ഒന്നുമല്ല എന്നിൽ നടക്കുവാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ കയറി പിടിക്കുകയാണ്. ഒരു കാര്യത്തിന് വേണ്ടി രണ്ടുപേര് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. യേശു എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുകയും എനിക്ക് വേണ്ടി രോഗങ്ങളെ വഹിക്കുകയും വേദനകളെ ചുമക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ വേദന ഫ്രീ, ആമേൻ, പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ഞാൻ ഈ ഭൂമിയിൽ നയിക്കുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ വൈദ്യശാസ്ത്രം പറയുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കാൻ പറ്റും, വേദന എന്തിനാ അനുഭവിക്കുന്നത്? പെയിൻ കില്ലേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ സംവിധാനമുണ്ട്. ഒരു വേദനയും ഇല്ലാതെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള സംവിധാനം വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. സകല പെയിൻ കില്ലേഴ്സും അവിടെ അവൈലബിൾ ആണ്. അത് അവിടെ യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് പറയുന്നത് വേദന സഹിക്കാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും, അതിനുള്ള മരുന്നുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. യേശു അത് തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. വേദന കൂടാതെയുള്ളൊരു ജീവിതം കർത്താവ് നിനക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇപ്പൊ സൂസൻ ചിന്തിക്കുക, ഇതൊക്കെ പാസ്റ്റർ എന്നൊക്കെ പറയാം. എന്താ സഹോദരൻ്റെ പേരെന്താ? അബി സങ്കടപ്പെട്ടു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അബിയുടെ മുഖഭാവത്തിനൊക്കെ മാറ്റങ്ങളുണ്ടായി. ഇതൊക്കെ പാസ്റ്റർമാർക്ക് ഇതൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും എന്ന് അബി ചിന്തിക്കുകയാണ്. അബി ചാടിക്കയറി പിടിക്കണം, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും നഷ്ടപ്പെടാറുണ്ടോ? വിശ്വസിക്കുന്നതിന് പൈസ കൊടുക്കണോ? ഒന്നുമില്ലല്ലോ. അപ്പം നിന്റെ മനസ്സ് അതിനെ വിമർശിക്കുന്നതിനോട് മനസ്സിന് പറയണം, നീ ആവശ്യമില്ലാതെ വിമർശിക്കേണ്ട, ഞാൻ വചനം പറയുന്നത് വിശ്വസിക്കാൻ പോവുകയാണ്.
നമ്മുടെ സിസ്റ്റം ഏകദേശം ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? 35 വയസ്സ് അല്ലെ 40 വയസ്സ്. 40 വയസ്സായിട്ട് നിങ്ങളുടെ സിസ്റ്റം മുഴുവൻ കിടക്കുന്നത് വേറൊരു പ്രതലത്തിലാണ് കിടക്കുന്നത്. ഇതിനെയെല്ലാം സ്വീകരിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അല്പം സമയം എടുത്തെന്നിരിക്കും. സാരമില്ല, ആ സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് സഹകരിക്കണം. പരിശുദ്ധാത്മാവായിട്ട് സഹകരിച്ചതിന് ശേഷം വചനം അങ്ങോട്ട് പഠിക്കണം. വചനം പഠിച്ചതിന് ശേഷം വചനം അങ്ങോട്ട് കൺഫസ് ചെയ്യാൻ തുടങ്ങണം. പാസ്റ്റർ കെനത്ത് ഹെഗിൻ എന്ന ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ 16-17 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഹൃദയ സംബന്ധമാകുന്ന ഒരു രോഗം വന്ന് മരിക്കാറായി കിടക്കുകയാണ്. അങ്ങനെ മരിക്കാറായി കിടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവൊക്കെ പോയതാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി ഇരുട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണുണ്ട്. അത് കിടക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ ബെഡ് റിഡനായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ബാപ്റ്റിസ്റ്റുകാരനാകുന്ന ആ യവനക്കാരൻ ബൈബിളിൽ നിന്നൊരു വചനം തനിക്ക് ലഭിച്ചു. അത് ഫെയ്ത്ത് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു വചനമാണ്. മാർക്ക് ചാപ്റ്റർ 11 and verse number 23. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, അടുത്ത ഭാഗം കൂടെ നീ ശ്രദ്ധിച്ചേ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. 16 വയസ്സുള്ള കൊച്ചനാണ്, മരിക്കാൻ കിടക്കുകയാണ്, കിടക്കയിലാണ്, ബെഡ് റിഡാണ്, നടക്കാൻ കഴിയത്തില്ല. ആ നിലയിലേക്ക് കിടക്കുന്ന ആ കൊച്ചൻ്റെ കൈ ബൈബിൾ കിട്ടിയപ്പോൾ കെനത്തിന് ഈ വാക്യം ഉള്ളിൽ പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, മർക്കോസ് 11:23 നീ ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. മർക്കോസ് 11:23 ശ്രദ്ധിക്കുമ്പോൾ എന്താണ്? ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇനി അസൈൻമെന്റ് തരാൻ പോവുക. ഇത് ക്ലാസ് റൂമാണ്. ബ്രദറിന്റെ പേര് എന്താണ്? യെസ് പ്ലീസ്. ജോസ്. ആമേൻ. ജോസ്, ഇതിനകത്ത് എത്ര പ്രാവശ്യം വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രാവശ്യം. വാ. ഇനിയും ഇവിടെ ആരുണ്ട് നോക്കട്ടെ. അതാണ് ഈ മോളുടെ മേൽ ഭയങ്കര ദൈവശക്തി ആയിരുന്നു. നിന്നെ കർത്താവ് ഉപയോഗിക്കും. നിന്നെ ദൈവം കണ്ടിരിക്കുക. ആമേൻ. ഈ തലമുറയിൽ നീ ഒരു പ്രവാചകയായി തീരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നീ പറ, മക്കൾ നോക്കിയിട്ട് പറഞ്ഞേ, ജോസ് പറഞ്ഞു വിശ്വാസം ഒന്നും ഒറ്റ പ്രാവശ്യമുള്ളൂ എന്ന്. ഇനി മക്കൾ നോക്കിയിട്ട് പറഞ്ഞ് സ്പീക്ക് എന്നുള്ള വാക്ക്, പറയുക, പറഞ്ഞാൽ അങ്ങനെയുള്ള വാക്ക് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞേ? ഓ, നിങ്ങളെ ഇനി കണക്ക് പഠിപ്പിക്കണം. 2 പറഞ്ഞാൽ 2, 3 പറഞ്ഞു, 4 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. എന്താണ് ഈ സന്ദേശം? പാസ്റ്റർ കെനത്ത് ഹെഗിന് ഏകദേശം 80 വർഷങ്ങൾക്ക് മുന്നേ വെളിപ്പെട്ട് കിട്ടി. 1 പ്രാവശ്യം വിശ്വസിച്ചാൽ മതി, പറയുന്നത് മൾട്ടിപ്പിൾ ടൈം പറഞ്ഞോണം. ഒരു പ്രാവശ്യം വിശ്വസിച്ച കാര്യം നീ എന്ത് ചെയ്തോണം? ആവർത്തിച്ച് പറഞ്ഞോണം. അത് നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് വരെ പറഞ്ഞോണം.
ഇതുവരെ നടന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണ്. ഞാനിപ്പോൾ ഇത്രയും പറയുന്നു, നടന്നില്ല. ഇനിയും പറഞ്ഞു നടക്കും. നടന്നില്ലെങ്കിലും പറഞ്ഞു, നഷ്ടമല്ലോ ഉണ്ടോ? പാസ്റ്റർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടി. പാസ്റ്റർ 1 വർഷത്തോളം പറഞ്ഞു, ആമേൻ, ഞാൻ സൗഖ്യമായിരിക്കുന്നു. അങ്ങനെയുള്ള ഈ വചനങ്ങൾ കൺഫസ് ചെയ്യാൻ 1 year, ഓൾമോസ്റ്റ് 1 വർഷത്തോളം പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ ശരീരത്തിലേക്ക് ആരോഗ്യം മടങ്ങി വന്ന് താൻ സാധാരണ നിലയിൽ 18 വയസ്സൊക്കെ ആയപ്പോഴേക്കും സാധാരണ നിലയിലേക്ക് തൻ്റെ ആരോഗ്യം മടങ്ങി വന്ന് ശുശ്രൂഷകനായി തീർന്നു, ബാപ്റ്റിസ്റ്റ് പാസ്റ്ററായി തീർന്നു. പിന്നെ പെന്തക്കോസ്റ്റിൽ വന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെൻറ്റ് വന്നു. ഇന്ന് ലോകത്തിൽ ദൈവം ഉപയോഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ആ ദൈവദാസൻ്റെ ടീച്ചിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ദൈവദാസൻ 86 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ആ ഹാർട്ട് പ്രോബ്ലം വന്നതിന് ശേഷം അടുത്ത എത്ര വർഷമാണ്? 18 വയസ്സിന് ശേഷം കണക്ക് കൂട്ടിക്കോ, അത്രയും വർഷം തൻ്റെ ജീവിതത്തിൽ ഒരു തലവേദന പോലും വന്നിട്ടില്ല. ഒരു ദിവസം പോലും ഒരു പനി വരാൻ കർത്താവ് അനുവദിച്ചില്ല. 86-ാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി, അന്ന് ഞായറാഴ്ചയായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി ആ ടേബിളിൽ വന്നിരുന്നു. ഭാര്യ ഇങ്ങനെ നോക്കി ചിരിച്ചു, തല കുനിച്ചു, നിത്യതയിൽ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. മറ്റൊരു ദേവദാസൻ പാസ്റ്റർ ഡെറിക് പ്രിൻസ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വലിയ അത്ഭുതകരമാണ്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ലഭിക്കും, ഒന്ന് വായിക്കണം. നിങ്ങൾ ആ മേഖലയിൽ വായനാശീലമുള്ളവരുണ്ടെങ്കിൽ പാസ്റ്റർ ഡെറിക് പ്രിൻസിൻ്റെ ബയോഗ്രഫി നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ അദ്ദേഹം ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് കമ്പൽസറി ആർമി സർവീസിന് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം സുഡാനിലായിരുന്നു. സുഡാനിൽ ഇവരുടെ ഇംഗ്ലണ്ടിൻ്റെ ഫോഴ്സിൻ്റെ കൂടെ അതിൻ്റെ പിന്നിലുള്ള ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം വർക്ക് ചെയ്യുമായിരുന്നു. തൻ്റെ സ്കിന്നിൽ ഒരു പ്രത്യേക രോഗം വരികയുണ്ടായി. കൂടുതൽ നാളൊന്നും ചർച്ചിപ്പാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ടു, ബൈബിള് കിട്ടി, പെട്ടെന്ന് തന്നെ പട്ടാളത്തിൽ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ സുഡാനിൽ യുദ്ധത്തിലാണ്, 2ാം ലോക മഹായുദ്ധം നടക്കുകയാണ്. പക്ഷേ ബൈബിൾ നല്ലതുപോലെ വായിക്കുവാൻ അവസരം ലഭിച്ചു. അവിടെ ആ ചൂട് വന്ന് സ്കിന്നിലൊരു പ്രത്യേക രോഗം വരികയുണ്ടായി. അന്ന് അവിടെയുള്ള വൈദ്യസഹായം തേടുകയുണ്ടായി. എന്നിട്ട് യാതൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അന്വേഷണം നടത്തിയാണ് സദൃശ്യവാക്യങ്ങൾ. അദ്ദേഹം ഗ്രീക്കും ഹീബ്രു അറിയാവുന്ന ആളാണ്. കേംബ്രിഡ്ജിൽ പഠിച്ചതാണ്, ഫിലോസഫറാണ്. ഫിലോസഫിയിലാണ് തൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി. അങ്ങനെ കേംബ്രിഡ്ജിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു പ്രത്യേക സ്ഥാനം തനിക്ക് ലഭിക്കുകയുണ്ടായി. വേണേൽ അവിടെ പഠിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ താനായിരുന്നു. അദ്ദേഹത്തിന് ഈ ഭാഷയെല്ലാം അറിയാം, നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഈ ഹീബ്രു ഭാഷയും ഗ്രീക്ക് ഭാഷയിലുമൊക്കെ പ്രാവീണ്യമുള്ളത് കൊണ്ട് അന്വേഷണം നടത്തുകയുണ്ടായി. യഥാർത്ഥ സൗഖ്യത്തെക്കുറിച്ച് പറയുന്ന വചനം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടെത്തി. സദൃശവാക്യം 4-ാമത്തെ അധ്യായം 20 വാക്യങ്ങളിൽ, മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യം. അവിടെ ആ സൗഖ്യം എന്ന വാക്ക് അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞപ്പോൾ എബ്രായ ഭാഷയിൽ മെഡിസിൻ എന്ന വാക്കാണ്. എനിക്ക് മനസ്സിലായി, വചനമെന്ന് പറയുന്നത് മരുന്നാകുന്നു. വളരെ സിമ്പിൾ. പെട്ടെന്ന് തനിക്ക് മനസ്സിലായി. താൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആർമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തനിക്ക് പെട്ടെന്ന് മനസ്സിലായി മരുന്ന് എന്താണ് ചെയ്യുന്നത്. മരുന്ന് രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകുന്നേരം കഴിക്കും. താൻ മറ്റുള്ള മരുന്ന് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അന്ന് മുതൽ എന്ത് ചെയ്യുവാൻ തുടങ്ങി? ദൈവത്തിൻ്റെ വചനം രാവിലെ മരുന്നായിട്ട് കഴിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ഉച്ചയ്ക്ക് മരുന്നായിട്ട് കഴിക്കുന്നു, ദൈവത്തിൻ്റെ വചനം രാത്രിയിൽ മരുന്നായിട്ട് കഴിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ കഴിയാതിരുന്ന സ്കിൻ ഡിസീസ് യേശു സൗഖ്യമാക്കി. ഈ രാത്രിയിൽ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. എല്ലാ സ്കിൻ അലർജികളും അപ്രത്യക്ഷമാകും.
ഓ റബല ഹദുര വേലകദദദേ. എല്ലാ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും ഈ രാത്രിയിൽ കർത്താവ് സൗഖ്യമാക്കാൻ പോകുകയാണ്. വിശ്വസിച്ച് സ്വീകരിച്ചോണം. ഓ ഹോ 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 ഹോ. യശഫില സബറതുഫിലെ സബിതരി മാസ്പെരിതിനി ലിമാൻ തുർബിന സ്പെൽകര സ്പെലദര ഉഷബര സമന്തരി ലബറബിനിദി ഗൽബരു. ആ ഹാ 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 ഹാ. അന്യഭാഷയിൽ സംസാരിക്കും, അന്യഭാഷയിൽ സംസാരിക്കും. ഓ റബ ശമന ഹദുരി ലിമന സഗർ ധ്വനി ലിഗ മൻസെ കറാമ ഹത്തുകു സുഫറതകൽ റിബാന്തിനി ജനെ സോഫാല തന്മര സഗൽ കരെ തസുഫാര തനസ്വേതരേലി ആർബനെ സഗത്നി ലിയാംതുനി ദിഗൽവര. ഓ രാജുസേന തെരബോ ശബറത്തിനി ലിബന്തിനി ആംസെ തനേരബ സുമന്തനി ലിയാംതുനി. ഓ ലോർഡ് ജീസസ് ഹല്ലേലൂയ. സോഫാല സംതിമനാരാതിനി അറൂഫാന സംതിമനിൽ അധുരവിന ദിഗൽകനെ. ഹല്ലേലൂയ. ആമേൻ. യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യം മുന്നോട്ട് പോകുമ്പോൾ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാം ദൈവം അവനെ ശിക്ഷിച്ചു അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ. സ്കിൻ ഡിസീസ് ഉള്ളവരെല്ലാം മനസ്സിലാക്കണം. അമിത് ഒന്ന് വന്നേ ഇങ്ങോട്ട്. അവന്റെ അടിപ്പിണരുകളാൽ. എന്താണ് ഈ അടിപ്പിണരെന്ന് പറയുന്നത്? അവന്റെ അടിപ്പിണരുകളാൽ. അടിപ്പിണരുകൾ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും? നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ആ ചാട്ടവാർ കൊണ്ട് അടിയേൽക്കുമ്പോൾ ഈ ത്വക്ക് മുഴുവൻ പിളർക്കപ്പെടുന്നു. ഈ ത്വക്കല്ലെങ്കിൽ പറഞ്ഞു പോരുന്നത് പോലാണ്. ത്വക്ക് മുഴുവൻ പിളർക്കപ്പെടുന്നു. അപ്പോൾ പിളർക്കപ്പെടുന്ന ഇടത്തുണ്ടാകുന്ന ആ വിടവിൽ നിന്ന് രക്തം പുറത്തോട്ട് വരും. രക്തം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രക്തം കട്ട പിടിക്കും. അങ്ങനെ പിളർക്കപ്പെട്ട ആ ഭാഗത്ത് കട്ട പിടിച്ച ആ രക്തം, അതിനെ നമുക്ക് അടിപ്പിണറെന്ന് പറയുവാൻ കഴിയും. അടി കൊണ്ടുണ്ടായ ആ പിളർപ്പിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്ന ആ പിളർപ്പിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വാ വാ വാ. അവിടുത്തെ അടിപ്പിണറിനാൽ നിങ്ങൾക്ക്. എൻ്റെ പാസ്റ്റർ എങ്ങനെ പേരെങ്ങനെ? ജോർജ് ആമേൻ. പാസ്റ്റർ ജോർജ്. ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ഈ അടി മുഴുവൻ കൊണ്ടത് എന്തിനു വേണ്ടിയാണ്? പാസ്റ്റർ ജോർജിന് വേണ്ടിയാണ്, പാസ്റ്റർ നിബുവിന് വേണ്ടിയാണ്, പാസ്റ്റർ സാമിന് വേണ്ടിയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് ഈ സാധനമെല്ലാം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഈ നിലയിലൊന്ന് ചിന്തിച്ചേ. അതിന് നിങ്ങൾ വിചാരിക്കുക അതൊരു പ്രഷറാണല്ലോ, അത്രയും വലിയ അങ്ങനെ കയറി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ധാരണയുണ്ടാവും. ചിന്തിക്കുന്നുണ്ട് ഒരു നഷ്ടവും ഇല്ലല്ലോ. ഒന്ന് വിശ്വസിക്കുക. പ്രത്യേകിച്ച് നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആ നിലയിൽ ഈ അടി മുഴുവൻ കർത്താവ് ഏറ്റെടുത്തതിനാൽ ഈ അടിപ്പിണറിന് എബ്രായ ഭാഷയിൽ പറയുന്ന വാക്കാണ് ഹബൂറ. അവൻ്റെ ഹബൂറയാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. വാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, യേശുവിൻ്റെ ഹബൂറയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ കമോൺ, ഹല്ലേലൂയ. വാ തുറന്ന് പറ, വീണ്ടും പറ. എൻ്റെ അവിടുത്തെ ഹബൂറയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. അവൻ്റെ ഹബൂറയാൽ, യേശു ക്രിസ്തുവിൻ്റെ ഹബൂറയാൽ, അവിടുത്തെ ഹബൂറയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടുത്തെ ഹബൂറയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ. അവൻ്റെ ഹബൂറയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നേരെ ലേവ്യ പുസ്തകത്തിൽ പോവുകയാണെങ്കിൽ, ഇത് സ്കിൻ ഡിസീസ് ഉള്ളവർക്കുള്ളൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്.
7-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പുരോഹിതൻ ഒരുത്തൻ്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗ മൃഗത്തിൻ്റെ തോൽ ഇരിക്കണം. സ്കിൻ ആർക്കാണ്? പുരോഹിതന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റിൽ യേശു ക്രിസ്തുവിൻ്റെ സ്കിന്ന് മുഴുവൻ പിളർക്കപ്പെട്ടു, എല്ലാം പറിച്ചെടുത്തില്ലേ? മുഴുവൻ പറിച്ചെടുത്തു. യേശുവിൻ്റെ സ്കിൻ മുഴുവൻ പോയി. യേശുവിൻ്റെ സ്കിൻ അട്ടിയിട്ട് മുഴുവൻ പിളർക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ സ്കിൻ നിനക്കുള്ളതാണ്. ഓ, എന്തിനാണ് നീ സ്കിന്നിൽ അലർജിയുമായിട്ട് നടക്കുന്നത്? എന്തിനാണ് നീ സ്കിന്നിൽ റാഷസുമായിട്ട് നടക്കുന്നത്? എന്തിനാണ് നിന്റെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള സിക്നസ്? നിനക്കത് ക്ലെയിം ചെയ്യാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ സ്കിൻ എനിക്കുള്ളതാകുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ മാറിപ്പോകട്ടെ. കർത്താവേ, എനിക്ക് ഈ വേദന വന്നത് എന്തിനാ? എന്നെ അങ്ങ് ഓർക്കുന്നില്ല. സഹതാപം പിടിച്ചു പറ്റാൻ നോക്കരുതേ, നടക്കത്തില്ല. നിങ്ങളുടെ പ്രെയർ മോഡ് മാറണം. പ്രെയർ മോഡ് മാറേണ്ടത്, എനിക്കിത് വന്നല്ലോ, എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ഈ വേദനയാണല്ലോ, കർത്താവ് എന്നെ ഓർക്കുന്നില്ലല്ലോ, കർത്താവേ എൻ്റെ വേദന മാറ്റണമേ. ഈ ലെവലിലുള്ള പ്രയർ മാറട്ടെ. നീ ഡിക്ലെയർ ചെയ്യ്, എൻ്റെ വേദന മുഴുവൻ കർത്താവ് കാൽവറിയിൽ വഹിച്ചിരിക്കുന്നതിനാൽ പിശാച് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. വാ 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 ശരാബില ഹതരാല ഹദര രാസ്പൽ ഹരാതികലതിനി ഓ റബി ലകതരി ലകദരബ ലകദര മാ 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 വസതബിര ലതിരി ലിമന തരി ലകദരി ലകദരി വസ്ബിതിനി ലിയാന്തനി. അവിടെ നീ കർത്താവിനോട് ചോദിക്കുക, എൻ്റെ ആ സ്കിൻ എനിക്ക് ഇങ്ങ് തരാമെന്ന് ചോദിക്കുക. ഉറപ്പായിട്ടും തരും. കാരണം നീ പുതിയ നിയമത്തിലെ പുരോഹിതനാണ്. നീ പഴയ നിയമത്തിൽ ഈ പുരോഹിതന്മാർക്കാണ് ഇത് ലഭിക്കുന്നത്, നിനക്കാണ്. പുതിയ നിയമത്തിൽ നിനക്കിത് അവകാശപ്പെടുവാൻ കഴിയും, ക്ലെയിം ചെയ്യാൻ കഴിയും. അങ്ങനെ നീ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ സ്കിന്നിൻ്റെ റേഡിയൻസ് നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ആ സ്കിന്നിലുള്ള ഗ്ലോറി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ആ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. വാ 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 ശബ്രാഫി ലചര വിലാസതര സ്വാചി റബാല ഹതരാസിക. Take it, take it, take it, take it. Dellaratikali barasabadiri. Oh, ho shabara satiri. ആവശ്യമില്ലാത്ത ഈച്ചിങ്ങും ആവശ്യമില്ലാത്ത എല്ലാ സ്കിൻ ഡിസീസും ഈ രാത്രിയിൽ ഈ വചനം പുറപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ ത്വക്കുകളിലുള്ള സ്കിന്നിലുള്ള അലർജികളും ആമേൻ ത്വക്ക് രോഗങ്ങളും ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ സൗഖ്യമായി. ആ സ്കിന്നുകളിൽ യേശുക്രിസ്തുവിൻ്റെ റേഡിയൻസും യേശുക്രിസ്തുവിൻ്റെ ഗ്ലോറിയും യേശുക്രിസ്തുവിൻ്റെ സ്കിന്നിലുള്ള കോംപ്ലക്ഷനും അതേ നിറവും നിന്റെ സ്കിന്നിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇപ്പോൾ തല മുതൽ പാദം വരെ സ്കിന്നിൻ്റെ മേലൊരു സൗഖ്യം നടക്കട്ടെ. എല്ലാ എക്സീമായും അത്തരത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ ശരീരം വിട്ട് പുറത്തു പോകട്ടെ, ത്വക്ക് വിട്ട് പുറത്തു പോകട്ടെ. ആ രോഗബാധകളെ യേശു ക്രൂശിൽ വഹിച്ചിരിക്കുന്നതിനാൽ വെളിപ്പാടിൽ നിന്നുകൊണ്ട് അതിനെ ഈ രാത്രിയിൽ നീ തകർക്കുക. ഓ, ഈ നിലയിൽ നിങ്ങൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഉയരുകയും നിങ്ങളുടെ പ്രാർത്ഥന ആ തലത്തിലാകുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ സമയത്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കും. നിങ്ങൾ ആ നേരിടുന്ന പ്രത്യേക സംഘർഷം, ഇപ്പോൾ ഒരു പ്രത്യേക സംഘർഷം നിങ്ങൾ നേരിടുകയാണ്. ആ സംഘർഷം നേരിടുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ അപ്രോച്ചായിരിക്കണം. ഫെയ്ത്തിൽ നിങ്ങൾ മൂവ് ചെയ്യണം. ഫെയ്ത്തിൽ നിങ്ങൾ മൂവ് ചെയ്യണം. കൺഫെഷനിലേക്ക് കയറണം. കൺഫെഷനിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ കർത്താവ് സംസാരിക്കും. കഴിഞ്ഞ ദിവസം കർത്താവിനോട് പറയുകയായിരുന്നു, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ തുള്ളിച്ചാടുകയാണ്. ഈ ഒരു വേഴ്സ് എന്നോട് കർത്താവ് ഇടപെട്ടു. അതുകൊണ്ട് അതേപോലെയുള്ള സംഘർഷങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ
കർത്താവ് വചനത്തിലൂടെ നിന്നോട് ഇടപെടും. ആ വചനം റിപ്പീറ്റഡ്ലി കൺഫേസ് ചെയ്യണം. റിസൾട്ട് കാണുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കരുത്. നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുക, കർത്താവിൻ്റെ ഡ്യൂട്ടി ആയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി തന്നെ നമുക്ക് റോമാലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ, റോമാലേഖനത്തിൽ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബാപിതാവി എന്ന് വിളിക്കുന്ന പുത്രദൂതൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. ഇനി കേട്ടണം, 16-ാം വാക്യത്തിൽ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ കേട്ടു. പരിശുദ്ധാത്മാവ് അവിടുന്ന് പാരാക്ലീറ്റോസ് ആകുന്നു, അവിടുന്ന് നമ്മുടെ കൗൺസിലറാകുന്നു, അവിടുന്ന് നമ്മുടെ ഹെൽപ്പറാകുന്നു, അവിടുന്ന് നമ്മുടെ കംഫർട്ടറാകുന്നു, അവിടുന്ന് നമ്മുടെ എന്തൊക്കെയായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുമുണ്ട്. അതുമാത്രമല്ല, റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. അവിടുന്ന് നമ്മുടെ വിറ്റ്നസ് ആകുന്നു, അവിടുന്ന് അഡ്വക്കേറ്റുമാണ്, അവിടുന്ന് നമ്മുടെ സാക്ഷിയുമാണ്. ഇത് വളരെ വിചിത്രമാകുന്ന കാര്യങ്ങളാണ്. അഡ്വക്കേറ്റ് തന്നെ എങ്ങനെയാണ് സാക്ഷ്യമാകും? ദൈവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. നമ്മൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു എൻ്റെ സ്നേഹിതനാണ്, യേശു എൻ്റെ പിതാവാണ്, യേശു എൻ്റെ മണവാളനുമാണ്. അത് വിചിത്രമായി തോന്നും. പിതാവിന് എങ്ങനെയാണ് മണവാളനാകാൻ കഴിയുന്നത്? ഒറ്റയാൾക്ക് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ, യേശുവിന്. അതുകൊണ്ട് തന്നെയാണ് യേശു ദൈവം എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഒരേ സമയത്ത് നിൻ്റെ എല്ലാമാകുവാൻ യേശുവിന് കഴിയും. നിൻ്റെ അപ്പനാകുവാൻ യേശുവിന് കഴിയും, നിൻ്റെ അമ്മയാകുവാൻ യേശുവിന് കഴിയും, നിൻ്റെ പിതാവാകുവാൻ യേശുവിന് കഴിയും, നിൻ്റെ സ്നേഹിതനാകുവാൻ യേശുവിന് കഴിയും, നിൻ്റെ സഹോദരനാകുവാൻ യേശുവിന് കഴിയും, നിൻ്റെ മണവാളനാകുവാൻ യേശുവിന് കഴിയും, നിൻ്റെ രക്ഷകനാകുവാൻ യേശുവിന് കഴിയും, നിൻ്റെ സൗഖ്യദായകനാകുവാൻ യേശുവിന് കഴിയും. നീ ഒരു തലത്തിൽ വരികയാണ്, ഒരു സ്ഥലത്ത് വരികയാണ്. നീ പറയും, യേശു എനിക്ക് എല്ലാമാകുന്നു. എൻ്റെ സാമ്പത്തികം യേശുവാകുന്നു, എൻ്റെ ആരോഗ്യം യേശുവാകുന്നു. ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവിന് അഡ്വക്കേറ്റുമാകാൻ കഴിയും, വിറ്റ്നസ്സുമാകുവാൻ കഴിയും. വിറ്റ്നസ്സിംഗ് ഉണ്ട്. ആ വിറ്റ്നസ്സിങ്ങിൽ പ്രധാനപ്പെട്ട വിറ്റ്നസ്, നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെട്ടവനാകുന്നു എന്ന് വിറ്റ്നസ് ചെയ്യാനോ, ഓരോ സമയത്തും കർത്താവ് നമ്മളോട് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് തലവേദന വരുന്നുണ്ട്, നിനക്ക് ഭയം, അയ്യോ ഇതെന്തോ രോഗമായിരിക്കും, നീ ആശുപത്രിയിലേക്ക് പോകുവാൻ ഓടുവാൻ വരട്ടെ, പോകണം, പോയി കാണണം. എന്നാൽ അവിടെ പോകുവാൻ വരട്ടെ. പോകുന്നതിന് മുന്നേ നീ ആ മുറിയിലൊന്ന് ഇരുന്നൊന്ന് മനസ്സിനെ സ്വസ്ഥമാക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിൻ്റെ ഹ്യൂമൻ സ്പിരിറ്റിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് വിറ്റ്നസ് ചെയ്യും. വിറ്റ്നസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, മോളെ നീ അനുഭവിക്കുന്ന ഈ വേദന യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി വഹിക്കുന്നത് ഞാൻ കണ്ടതാണ്, ഞാൻ അതിന് സാക്ഷിയാണ്. ഹല്ലേലൂയ. ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവാകുന്ന യേശു ക്രിസ്തു ക്രൂശിൽ പരമയാഗമായി തീരുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും യേശുവിൻ്റെ കൂടെ ഉണ്ടോ? ഒരാളുമില്ല. ഈ ലോകത്തിൽ ഒരാളുമില്ല. പിതാവ് മുഖം ധരിക്കുകയും ചെയ്തു. പക്ഷെ ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? പരിശുദ്ധാത്മാവ്. എബ്രായ ലേഖനത്തിൽ അത് വ്യക്തമാണ്. 9:14 നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ പാസ്റ്റർ ജോർജിൻ്റെ സകല പാപവും യേശു വഹിക്കുന്നത് പരിശുദ്ധാത്മാവ് കാണുകയാണ്. പരിശുദ്ധാത്മാവ് സാക്ഷിയാണ്. യേശു ഈ കാര്യങ്ങളെല്ലാം വഹിച്ചു എന്ന് ലോകത്തിലെ ഏതെങ്കിലും പ്രപഞ്ചത്തിലെ ഏതെങ്കിലും കോടതി ചോദിക്കുകയാണെങ്കിൽ സാക്ഷിയുണ്ട്. സാക്ഷി വന്നിട്ട് പറയും, ഞാൻ കണ്ടതാണ്. ആരാണ് സാക്ഷി? പരിശുദ്ധാത്മാവ്. ജോർജിൻ്റെ സകല പാപങ്ങളും യേശു ക്രൂശിൽ വഹിക്കുന്നതിന് പരിശുദ്ധാത്മാവ് സാക്ഷിയാണ്. അതുമാത്രമല്ല, ജോർജിൻ്റെ സകല ശാപങ്ങളും ക്രൂശിൽ യേശു വഹിക്കുന്നത് പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ജോർജിൻ്റെ സകല രോഗങ്ങളും പരിശുദ്ധാത്മാവ് ക്രൂശിൽ വഹിക്കുന്നതിന് സാക്ഷി പരിശുദ്ധാത്മാവ്. യേശു ക്രൂശിൽ വഹിക്കുന്നതിന് സാക്ഷി പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇത്രയും മതി. ഇത് കേട്ടാൽ, ഇത്രയും കാര്യങ്ങൾ കേട്ടാൽ, ഇതിൽ കൂടുതൽ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിനി വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ അലമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് മരുന്ന് ഉപയോഗിക്കാനുള്ള അലമാരി അല്ലെന്ന് പറയണം. അവിടെ എല്ലാം ഒരു മാറ്റം സംഭവിക്കണം. ഹല്ലേലൂയ.
നീ ആരോഗ്യത്തിൽ ജീവിക്കാൻ പോകുകയാണ്. മാത്രമല്ല, നീ രോഗസൗഖ്യം മറ്റുള്ളവരിലേക്ക് പകരാൻ പോകുന്നു. ഒന്ന് രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചു. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു. Pray, 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 pray. Hasabithana lele bachokele barahatu bale. Tasbithane riyantamena de galkana. Amasatane beraba hoshatanili. Jasmana tarebe gasmantane liyam thurbana. Asame thovana riyantogeli manusufatari. Laturi lamaspechani liyam thurbajani. Mansur bine hasavile athagar bana sukhatovan. Arbashatare lakatabarana sabel karatuna. Asabarat fil banasaga tharena katobili lekti rimena sekel baru thave sekatene ligatare asatene ligatana ശബ്ദവ്യർത്ഥ ലാബറത്ഫിനലി. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗബാധകൾ നീങ്ങിപ്പോകട്ടെ. രോഗബാധകൾ നീങ്ങിപ്പോകട്ടെ. വെച്ചകരെ ലാഭതര വികസകതുരി ലിയാതര രഗല മസുരെ ബതന ലിയാബറ തകലകതുനി അതര ബിതര ലകവതുരി ബകുസകദര വിനഹബതുരി. യേശുവിൻ നാമത്തിൽ എല്ലാ സ്കിൻ റിലേറ്റഡ് സിക്നസസും സൗഖ്യമാകട്ടെ. ഗാൾ ബ്ലാഡറിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. സ്റ്റോണുകൾ അപ്രത്യക്ഷമാകട്ടെ. ആന്തരിക അവയവങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ലിവർ സൗഖ്യമാകട്ടെ. Take that, take that, take that. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. വിശ്വാസത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. അംശബലദിനി സമൃദ്ധിനി. എല്ലാ ത്വക്ക് രോഗങ്ങളും യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടൽ സംബന്ധമാകുന്ന രോഗങ്ങൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം നടക്കട്ടെ. കരളിൽ സൗഖ്യം നടക്കട്ടെ. ആമേൻ. സ്റ്റോണുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം നടക്കട്ടെ. ആന്തരിക അവയവങ്ങളുടെ ആമേൻ സൗഖ്യം ആ അവയവങ്ങൾക്ക് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. ആന്തരിക അവയവങ്ങളിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യം. രക്തസംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ രക്തസംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആമേൻ. മുട്ടുകൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത സൗഖ്യങ്ങൾ. ആമേൻ. രോഗസൗഖ്യത്തിൻ്റെ ദൂതന്മാർ ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സൗഖ്യം നടത്തുന്ന ദൂതന്മാർ നിങ്ങളുടെ അരികിൽ വരികയാണ്. യേശുക്രിസ്തു ഡോക്ടറാകുന്നു എങ്കിൽ നഴ്സസ് ആകുന്നു ദൂതന്മാർ. ദൈവത്തിൻ്റെ നഴ്സസ് ഇവിടെ വരുന്നുണ്ട്. ആമേൻ. നീ വിശ്വാസത്തോടുകൂടെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. രോഗസൗഖ്യങ്ങൾ സംഭവിക്കുക മാത്രമല്ല, നിന്നെ ഒരു പുതിയ പ്രതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ലിഫ്റ്റ് ചെയ്യുകയാണ്. രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് ഓഫ് ചെയ്യുമെന്നുള്ള ഒരു പ്രതലത്തിലേക്ക് കർത്താവ് നിന്നെ ലിഫ്റ്റ് ചെയ്യുകയാണ്. വിശ്വാസത്തോടുകൂടെ അത് സ്വീകരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അത്ഭുതം സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു വചനം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം യേശു എൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത്. അപ്പോൾ ഈ ശരീരം, സമയം തീരുന്നു, ശരീരവും വായും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഭയങ്കര ബന്ധമുണ്ട്. ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ പോവുകയാണെങ്കിൽ അവിടെ പറയുന്നു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അതിനുശേഷം പറയുന്നുണ്ട്, ജീവനെ ആഗ്രഹിക്കുകയും, ശുഭകാലം എന്ന് പറഞ്ഞിരിക്കുന്നു, എന്നാൽ
32-ാം സങ്കീർത്തനത്തിൽ പോകണം. ആ വാക്യം അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് ശുഭകാലമൊന്നല്ല, ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അപ്പോൾ വായും ശരീരവും തമ്മിൽ ബന്ധമുണ്ടോ? ഉറപ്പായിട്ടും. എഴുന്നേൽക്കുമ്പോൾ രാവിലെ തന്നെ 4 വചനം വാ കൊണ്ട് പറയണം. വചനഭാഗത്ത് നിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. വചനം പറഞ്ഞ് ദിവസം തുടങ്ങണം. അതുതന്നെയാണ് 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിൻ്റെ വായും ശരീരവും തമ്മിൽ ബന്ധമുണ്ട്. ഓ കമോൺ, ഹല്ലേലൂയ. നിൻ്റെ അധരത്തെ നീ വചനം കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ, ആവശ്യമില്ലാതെ കുറ്റം പറയുന്നത്, ഈ നെഗറ്റീവ് പറയുന്നത്, വഴക്കുണ്ടാക്കുന്നത്, ശാപവാക്കുകൾ പറയുന്നത്, ഇത് മുഴുവൻ നിൻ്റെ വായിൽ നിന്ന് പോകണം. ദൈവവചനപ്രകാരം മാത്രം സംസാരിക്കാൻ നിൻ്റെ വായെ നീ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അങ്ങനെ തന്നെ സംഭവിക്കും. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരാൻ പോകുകയാണ്. വാ 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 വാ. ഇവിടെ ആയിരിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ആരുടെയും ശരിയായിട്ടുള്ള സമയമായിട്ടില്ല. ഒരു റിസർച്ച് നടത്തിയ ഒരു ഗ്രൂപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അമേരിക്കയിൽ നടത്തിയ റിസർച്ചിൽ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 60 മുതൽ 70 വയസ്സ് വരെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഏത് വലിയ പ്രസ്ഥാനത്തിൻ്റെയും സിഇഒമാരെ നോക്കിയോ, എല്ലാം എബവ് 60. സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 70 to 80 ആണ്. പൊളിറ്റീഷ്യൻസിനെ മുഴുവൻ നോക്ക്, നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നോക്ക്, ഡൊണാൾഡ് ട്രംപിനെ ഉൾപ്പെടെയുള്ളവരെ നോക്ക്, എല്ലാം 70 to 80 ആണ്. തേർഡ് ബെസ്റ്റ് എന്ന് പറയുന്നത്, കാരണം ഇവർ പറയുന്നത് ഒരാൾ മച്യൂർ ആകണമെങ്കിൽ 50 years എടുക്കും. തേർഡ് ബെസ്റ്റ് എന്ന് പറയുന്നത് 50 to 60 ആണ്. അതിന് താഴെയുള്ളവരെല്ലാം മനസ്സിലാക്കിയോ, നിങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. 50-ാമത്തെ വയസ്സിലാണ് തേർഡ് ബെസ്റ്റ് ആരംഭിക്കുന്നത്. ഫസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത് 60 to 70. ഓ, അടിച്ചു പൊളിക്കണം. അതിൻ്റെ ഇടയിലേക്കാണ് ഈ പാവം പിടിച്ചവനെ 60 വയസ്സാകുന്നതിൻ്റെ ഇടയിൽ ഒരു 12 തരം രോഗം ശരീരത്തിൽ കൊടുത്തിട്ട് ഗുണമേന്മ മുഴുവൻ നഷ്ടമാക്കി കളയും. അനുവദിക്കരുത്. അടിച്ചു മുഴുവൻ അതിനെ പുറത്താക്കിയിട്ട് 60 to 70. ഓ ഷബ്രിയാന അസ്ഫലി നെഗൽമനധികർഥനെ, ഇതിനെ മുഴുവൻ പുറത്താക്കിയിട്ട് നിന്റെ ശരീരമില്ലെങ്കിൽ, ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ ശരീരവാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭൂമി. ആത്മാക്കൾക്ക് ഈ ഭൂമിയിൽ തുടരാൻ കഴിയത്തില്ല. നിന്റെ ശരീരം ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. 60 മുതൽ 70 വയസ്സ് വരെ എന്തുണ്ടായിരിക്കണം? ശരീരം ഉണ്ടായിരിക്കണം. ആ ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം. അപ്പോഴാണ് നിനക്ക് യാത്രകൾ തുറന്നു വരാൻ പോകുന്നത്, ദീർഘയാത്രകൾ വരാൻ പോകുന്നു. അസ്സസോസിൽ പോകണം, അസ്സസോസിൽ നിന്ന് മിഥുലിനേക്ക് പോകണം, മിഥുലിനയിൽ നിന്ന് ഖിയാസ് ദ്വീപിൻ്റെ തൂക്കത്തിൽ പോകണം, ഖിയാസ് ദ്വീപിൻ്റെ തൂക്കത്തിൽ നിന്ന് സാമോസ് ദ്വീപിൽ പോകണം, സാമോസ് ദ്വീപിൽ നിന്ന് ത്രോവാസിൽ പോകണം, ത്രോവാസിൽ നിന്ന് അന്ത്യോക്യയിൽ പോകണം. അടിച്ച് നിന്നെ ഓടിക്കാൻ പോവുകയാണ് കർത്താവ്. 60s ഇത് പൊട്ടി പുറപ്പെടാൻ പോകുന്നത്. റെഡിയായി നിങ്ങൾ നിൽക്കുക. അപ്പോൾ നിനക്ക് വേറൊരു ഭൂഖണ്ഡത്തിൽ ചെല്ലുമ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു സ്ഥലം മാറുന്നുണ്ടാകുന്നത്? ഒരു ജെറ്റ് ലാഗും ഇല്ലാത്ത നിലവാരത്തിൽ നിന്റെ ബോഡിയെ കർത്താവ് സെറ്റ് ചെയ്ത് തരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വചനം പറയുക. പിന്നെ പകൽ പല പ്രാവശ്യം ഇങ്ങനെ വചനം സെൻറ്റേഡായിട്ട്, ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ ചില വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയും. നിങ്ങൾ അതുകൊണ്ട് ആരും പാസ്റ്റർമാരാകത്തില്ല, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിക്കാൻ പോകുകയാണ്. ഏത് പ്രതിസന്ധി വരികയാണെങ്കിലും അകത്ത് വചനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വചനം തരും. ഒറ്റ വചനം മതി സകല മതിലുകളെ തകർക്കാൻ. അപ്പോഴുള്ള ആ പ്രതിസന്ധിയെ തകർക്കാൻ ഒരു വചനം മതി. നീ ആ വചനോട് കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മലയെ നിനക്ക് ഇടിച്ചു തകർക്കുവാൻ കഴിയും. കബറ ഹതകല റബകാസകതരിലെ കാതരി ദഗർ ബുജുല ബരഗതലദിരി ഷപ്രഫിലി യലഗദനതി
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ ഡേ കഴിയുകയാണ്. ഡേ കഴിയുമ്പോൾ ആമേൻ കിടക്കാൻ പോകുന്നുണ്ട്. ഈ കിടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ അതും എന്തും ചിന്തിക്കരുത്. നാളെ എന്തായിത്തീരും, സാലറി ഇന്നാളിന് കൊടുത്തില്ലല്ലോ, എന്തായിരിക്കും ബിസിനസ്, ഇക്കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. പകലുണ്ടായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കിടന്നാൽ ഉടനെ ചിന്തിക്കണം വചനം ചിന്തിക്കണം. ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി. കണ്ണടയ്ക്കുക, വചനം ചിന്തിക്കുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും ക്ഷമിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ തലയെ എണ്ണ കൊണ്ട് ആമേൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം പോലെ അത്രയും വരുമ്പോൾ നീ ഉറങ്ങിയിരിക്കും. ആ നിലയിൽ നീ ട്രെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും വചനം പറയണം. ഒരു പ്രത്യേക ഘട്ടത്തിൽ കർത്താവ് ഈ ഒരു ബോധ്യം എനിക്ക് തന്നു. അതിനുശേഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ആൻറ്റിയെ കാണാൻ പോയി. 80 years ഉള്ള ഒരു ആൻറ്റിയെ കാണാൻ പോയി. ആ ആൻറ്റിയോട് ഞാൻ സംസാരിച്ചു. ആൻറ്റിനോട് പറഞ്ഞു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു നല്ല. ആൻറ്റിയോട് ചോദിച്ചു എങ്ങനെയുണ്ട്? നല്ലതായിരിക്കുന്നു മോനെ. ചില സമയത്തൊക്കെ എനിക്ക് ഉറക്കം വരാതെ വരും. ഞാൻ ആ സമയത്ത് വചനം ധ്യാനിക്കും. ഞാൻ വിചാരിച്ചു, കർത്താവേ എത്ര നാൾ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് എനിക്കിത് മനസ്സിലായത്. പരിശുദ്ധാത്മാവിന് പറഞ്ഞു, എടാ നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അതേ പരിശുദ്ധാത്മാവാണ് ഒത്തിരി ബൈബിളൊന്നും പഠിക്കാത്ത ഈ ആൻറ്റിയിലും പ്രവർത്തിക്കുന്നത്. ഉറക്കം വരാതെ വരുമ്പോൾ എന്താണ് ആൻറ്റി ചെയ്യുന്നത്? വചനം മനനം അകത്ത് കൺഫസ് ചെയ്യും. ഹല്ലേലൂയ. നീ വചനം കൺഫസ് ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ വചനം നിൻ്റെ ആത്മാവിൽ ആ ഉറക്ക സമയത്ത് മുഴുവൻ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആ നിലയിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇതൊരു വെല്ലുവിളിയാണ്. ഏറ്റെടുക്കണം, പ്രായോഗികമാക്കണം. ആ ഏറ്റെടുത്ത് നിങ്ങൾ പ്രായോഗികമാക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ നിൻ്റെ മൈൻഡിനെ നീ ക്രമത്തിൽ കൊണ്ടുവരാൻ പോകുകയാണ്. നിൻ്റെ മൈൻഡ് പകല് തോട്ട് ഫാക്ടറിയാണ്, രാത്രിയിൽ ഡ്രീം ഫാക്ടറിയാണ്. നിൻ്റെ സ്വപ്നങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിൻ്റെ മൈൻഡിനെ നീ നിൻ്റെ ആത്മാവിൻ്റെ സബ്ജക്ഷനിൽ കൊണ്ടുവരുവാൻ പോകുന്നു. ആമേൻ. എല്ലാവരും ചേർത്ത് പറഞ്ഞേ, മൈ മൈൻഡ് ഈസ് മൈ മൈൻഡ്. I think, I tell my mind what to think. I think according to the word of God. ചേർന്ന് പറഞ്ഞു, my mind is my mind. I tell my mind what to think. I think according to the word of God. Hallelujah. Amen. സൂപ്പർ നാച്ചുറൽ നിങ്ങളായിരിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുകയാണ്. ആമേൻ. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് സൂപ്പർ നാച്ചുറൽ പ്രത്യേകമാകുന്നൊരു തലത്തിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ സൂപ്പർ നാച്ചുറലിലൂടെ വീണ്ടും നടക്കുകയാണ്. വീണ്ടും നടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിരുന്നു സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചു, ശക്തി നിങ്ങൾ അനുഭവിച്ചു, ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾ അനുഭവിച്ചു. ഇപ്പോൾ സൂപ്പർ നാച്ചുറലിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു സൂപ്പർ നാച്ചുറലിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ ജോയ് ആണ്. സൂപ്പർ നാച്ചുറൽ ജോയ്. വാ, ഹല്ലേലൂയ. അതിനകത്തൂടെ നടക്കുമ്പോൾ നിനക്ക് ശ്വസിക്കുവാൻ വേണ്ടി ഓക്സിജൻ്റെ ആവശ്യമില്ല. അവിടെ നീ ശ്വസിക്കുന്നത് തന്നെ ജോയ് ആണ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഒരു വലിയ സന്തോഷത്തെ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി തരുവാൻ പോകുകയാണ്. ആമേൻ. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മക്കളെ കുറിച്ചുള്ള അത് സ്വർഗത്തിൽ ചെന്നതിന് ശേഷം സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഈ ഭൂമിയിലേക്ക് സ്വർഗം കൊണ്ടുവരിക എന്നതാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതുകൊണ്ട്
നിന്റെ നെഗറ്റീവായിട്ടുള്ള കണ്ണുനീരിനെ മുഴുവൻ കർത്താവ് മാറ്റാൻ പോകുകയാണ്. നീ കരയണം. കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നീ കണ്ണുനീർ പൊഴിക്കേണ്ടത് ആവശ്യമാണ്. പല മേഖലകളിൽ ചിലപ്പോൾ കണ്ണുനീർ പൊഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നീ നെഗറ്റീവായിട്ട് മക്കളുടെ ഭാവി എന്തായിത്തീരുമെന്നതിനെ ചൊല്ലിയുള്ള കരച്ചിൽ, വീട്ടിലെ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള കരച്ചിൽ, ആമേൻ, സാമ്പത്തികത്തെ ചൊല്ലിയുള്ള കരച്ചിൽ, ഇങ്ങനെയുള്ള കണ്ണുനീര് മുഴുവൻ ഇപ്പോൾ തന്നെ കർത്താവ് തുടച്ചു കളയുവാൻ ആഗ്രഹിക്കുകയാണ്. 21-ാമത്തെ അധ്യായത്തിൽ വെളിപ്പാട് 21:4 കാണുവാൻ കഴിയുന്നു. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. തുടച്ചു കളയും. കണ്ണുനീര് തുടച്ചു കളഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് എന്താ മാറ്റം വരുന്നത്? നിങ്ങൾ ജോയിൽ ജീവിക്കുവാൻ തുടങ്ങുകയാണ്. ഇമോഷൻസ് ഉണ്ട്, നമുക്ക് ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസിൽ മാസ്റ്റർ ഇമോഷൻ ആരായിത്തീരുകയാണ്? ജോയ് ആയിത്തീരുകയാണ്. കരഞ്ഞു വിലപിക്കുന്ന ഒരു നിലവാരത്തിൽ നിന്നും പദം പറയുന്നതും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഇതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കിയിട്ട് കർത്താവ് നമ്മളെ ഈ മേഖലയിൽ അങ്ങ് ഫ്രീ ആക്കുകയാണ്. വേറൊരു വാക്യം വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം, അത് സന്തോഷത്തെക്കുറിച്ചുള്ള വാക്യം, അവിടേക്ക് വരാം. അതിനു മുന്നമേ ഈ നിലയിലുള്ള എല്ലാ കണ്ണുനീരുകളും നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പോവുകയാണ്. നമുക്കിപ്പോൾ ഒരിടത്ത് വെച്ച് ഒരു 100 രൂപ നഷ്ടമായെന്ന് കൂട്ടിക്കൂ. മുൻപുണ്ടായിരുന്ന നമ്മുടെ പ്രതികരണം, 100 രൂപ പോയി, ഒരു വലിയ നഷ്ടമാണ്, ഞാൻ തൊടുന്നതെല്ലാം നഷ്ടപ്പെടുന്നു. അതിന് പകരമായിട്ട് 100 രൂപ പോകുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഭാര്യ ചോദിക്കും, എന്തു പറ്റി? 100 രൂപ പോയി. മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ വ്യാകുലതയാകും. അകത്ത് പിന്നെ വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയത്ത് 100 രൂപ പോയി, 100 രൂപ പോയി, 100 രൂപ എന്ന് ചിന്തിക്കും. ഇത് ജോയ് ആണെന്നുണ്ടെങ്കിൽ സംഭവം എന്താണ്? മൈൻഡിനകത്ത് ജോയ് മാസ്റ്റർ ഇമോഷൻ ആയിട്ടിരിക്കും. മൈൻഡിനകത്ത് ജോയ് മാസ്റ്റർ ഇമോഷൻ ആയിരിക്കുകയാണെങ്കിൽ നിന്നെ എവിടെ കൊണ്ടിട്ടാലും നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഈ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം, അവർ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ സന്തോഷമുള്ളവരിൽ സൗഖ്യം വേഗത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് നിന്റെ സന്തോഷത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ആവശ്യമില്ലാത്ത ദുഃഖങ്ങളും പരാതികളും പരാജയങ്ങളും അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് അങ്ങ് പോകണം. മോള് വന്ന് പറയുകയാണ്, 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അത് നിനക്കറിയാം, 10ാം ക്ലാസ്സിൽ തോൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. അതിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയും. അടുത്ത പ്രാവശ്യം എക്സാം എഴുതി കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയും. എനിക്കിവിടെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് പോകരുത്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് പോകാതിരിക്കാമെങ്കിൽ ഏത് പ്രതികൂലത്തെയും നെഗറ്റീവ് കാര്യത്തെയും എനിക്ക് റിവേഴ്സ് ചെയ്യുവാൻ കഴിയും. ഞാനിത് വെറുതെ തമാശയായിട്ട് പറയുന്നതല്ല, യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇത് പ്രിൻസിപ്പിൾസാണ്. നിന്റെ ബിസിനസ്സിൽ നിനക്ക് 10 ലക്ഷം രൂപ നഷ്ടമായി, സന്തോഷിച്ചേക്കണം. റിജോയ്സ് ഓൾവേസ് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സന്തോഷിക്കുകയാണ്. നീ സന്തോഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ 10 ലക്ഷം നഷ്ടപ്പെട്ടിട്ട് നിന്റെ മൈൻഡ് അവിടെ സ്ട്രോങ് ആകുന്നു എങ്കിൽ നിനക്ക് കർത്താവ് ഒരു വിസ്ഡം നൽകും, പുതിയൊരു ഡോർ ഓപ്പൺ ആക്കി തരും. റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെയുള്ള കോടതി കേസുകൾ ഒഴിവാകും. നീ ഇങ്ങനെ കോടതി കയറി ഇറങ്ങേണ്ട കാര്യമില്ല. അവൻ അടിച്ചുകൊണ്ട് പോയെങ്കിൽ പോട്ടെ. അങ്ങനെ വേണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമാണ്, നീതിപൂർവ്വമായുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് നിലപാടുകൾ എടുക്കാം. പക്ഷേ ഇതിൻ്റെ വേറൊരു സംവിധാനമാണ് ഞാൻ പറയുന്നത്. നിൻ്റെ മൈൻഡ് ഹെൽത്ത് അവിടെ ജോയ് ആണ് മാസ്റ്റർ ഇമോഷൻ എങ്കിൽ നിനക്ക് പിന്നെ കോടതി കയറി ഇറങ്ങാനൊന്നും സമയമില്ല. അപ്പുറത്ത് നിനക്കൊരു ഓപ്പണിംഗ് വരികയാണ്. 2 കോടിയുടെ ഒരു പ്രോഫിറ്റ് നിനക്ക് വരും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു ജോയിയുടെ മെഷറിൽ സകല ഡിപ്രഷനുകളെയും സകല നെഗറ്റീവായിട്ടുള്ള ചിന്താരീതികളെയും സകലവിധമാകുന്ന മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഘർഷങ്ങളെയും ഈ രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ഞാൻ തകർക്കുകയാണ്.
നിന്നെ ഒരു പുതിയ പ്രതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ലിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ജോയിയുടെ പ്രതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസമുള്ളവർ അത് വിശ്വസിച്ച് സ്വീകരിക്കുക. ആത്മാവിൽ അത് സ്വീകരിക്കുക. ഓ come on, hallelujah. മേസുബിനെ എറബതകൽ മനതകൽ ബരതകതരദികൽ സർബകതരെ വതുനതകൽ ബറുസബദനദികൽ കരെ വൈസ്പർചിനി ലിയം തുർബനദികൽ ബരതകർഥനെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും വീണ്ടും പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ. ആമേൻ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, റിജോയ്സ് ഓൾവേസ്. ആൻഡ് ഐ ടെൽ അഗെയിൻ, റിജോയ്സ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിലും സന്തോഷിപ്പീൻ എന്ന് പറയുകയാണ്. ഇനി അപ്പോസ്തലന്മാരുടെ സമീപനം നിങ്ങൾ കാണണം. അപ്പോസ്തല പ്രവൃത്തിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം, ഇത് വളരെ വിചിത്രമായി തോന്നും. ഇത് കേട്ടോണം. അവൻ അവരെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. അടി കിട്ടുകയാണ്. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചു, അവരെ വിട്ടയച്ചു. ഇനി 41-ാമത്തെ വാക്യത്തിൽ അവരുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കുക. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട്. അപ്പോൾ തമ്മിൽ പറയുകയാണ് പത്രോസ് യാക്കോബിനോട്, അടി നല്ലപോലെ കിട്ടിയല്ലോ. എനിക്കും കിട്ടി, നല്ലപോലെ കിട്ടി. എൻ്റെ ഈ നടുവിൻ്റെ ഭാഗത്ത് വല്ല അടിയായിരുന്നു. ഇവർ രണ്ടും വീട്ടിൽ ചെല്ലുമ്പോഴേക്കും സൗഖ്യം നടക്കും. പൗലോസിന് ആളെ കട്ട അടി കിട്ടിയിട്ട് ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്നിട്ട് രാത്രിയിൽ ശീലാസിനോട് പറയാം, നമുക്ക് പരിപാടി തുടങ്ങാം. പ്രാർത്ഥന, പാട്ട്. എടാ, പാട്ട് പാടുന്നത് സന്തോഷമുള്ളവർക്ക് മാത്രമേ പാട്ട് പാടാനൊക്കെ ഒത്തുള്ളൂ. അല്ല, ചുട്ട അടി കിട്ടിയിട്ട് ജയിലിൽ കയറിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ സഭ സ്ഥാപിക്കാൻ പോവുകയാണോ ജയിലിനകത്ത്? അല്ല, ഇവരുടെ ലൈഫ് സ്റ്റൈലാണ്. They live in joy. Oh, 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 oh. Hallelujah. Meka sofala rakava. Hallelujah. Hallelujah. Masbetarela hamatara bekasa beteneli. ആ ഒരു തലത്തിലേക്ക് ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു 32 വർഷങ്ങൾക്ക് മുന്നേ. ഡിപ്രഷൻ ഉണ്ടായപ്പോൾ കർത്താവ് ആ സമയത്ത് ആ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു. അങ്ങനെ ഞാൻ കർത്താവിലേക്ക് വന്നതിന് ശേഷം ഞാൻ വളരെ വിചിത്രമാകുന്ന കാര്യം ഞാൻ അന്ന് നോട്ടീസ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ ആന്തരിക സൗഖ്യത്തിലേക്ക് തിരിഞ്ഞത്. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതോടുകൂടി എൻ്റെ എല്ലാ പ്രോബ്ലവും തീരുമെന്നാണ് വിചാരിച്ചത്. അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയെല്ലാം പറയാൻ തുടങ്ങി, ആരാധിക്കുന്നുണ്ടെ തെറിച്ചു പോകും. പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തു നിന്ന് തെറിച്ചു, പവർ ശരീരത്തിൽ വ്യാപരിക്കുന്നത് അസാധാരണമായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് തെറിച്ചു പോകുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴും ഭയങ്കര ഡിപ്രഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചത്, എന്താണ് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിട്ടും ഈ സാധനം പോകാതിരിക്കുന്നത്? അപ്പോഴാണ് കർത്താവ് എന്നെ ചെറിയ നിലയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്. എടാ, ഇത് സ്പിരിറ്റിൽ സംഭവിക്കുന്ന കാര്യവും മൈൻഡിൽ സംഭവിക്കുന്ന കാര്യം, അല്ലെങ്കിൽ സോളിൽ സംഭവിക്കുന്ന കാര്യം, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സോളിലാണ് ഈ ഡിപ്രഷൻ ഇരിക്കുന്നത്. അപ്പം അതിനെ നീ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഉറക്കം വരത്തില്ല, രാത്രി കിടന്നാൽ ഉറക്കം വരത്തില്ലായിരുന്നു. രാത്രി 1 മണി വരെയൊക്കെ ഉറങ്ങാതെ കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒരു സൗഖ്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. രാത്രി കിടക്കുമ്പോൾ ജീസസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് കിടന്നുറങ്ങാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ 2-3 മണിക്കൂർ എടുക്കുന്നിടത്ത് സമയദൈർഘ്യം കുറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ഉറങ്ങാൻ തുടങ്ങി. പിന്നെ അത് വർദ്ധിക്കുവാൻ തുടങ്ങി. ഉറക്കം നല്ലതായി. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുവാൻ വേണ്ടി കർത്താവ് കൃപ നൽകി തന്നു. അങ്ങനെ 3 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്രഷനുള്ളവരില്ലേ, എഴുന്നേൽക്കുമ്പോൾ തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം നമുക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല. നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മൈൻഡ് എന്ന് പറയുന്ന സാധനം ശരിയാകത്തില്ല. ഇവനെ നമ്മൾ ഒരുപാട് നന്നാക്കിയെടുക്കാം, പക്ഷേ പിന്നെ ഇദ്ദേഹം അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആകെ ഡാമേജ്ഡ് മൈൻഡാണ്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ മൈൻഡ് നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നും നന്നാകാൻ പോകുന്നില്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഭയങ്കര നെഗറ്റീവ് സാധനങ്ങളാണ് തരുന്നത്. അതുമായിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഈ ദിവസം മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകി, മൈൻഡ് എന്തു പറഞ്ഞാലും അതിനെ മൈൻഡ് ചെയ്യരുത്. നീ എന്ത് ചെയ്തേക്കണം? നീ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നീ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ മൈൻഡ് നിന്നോട് പറയും, നീ ഹിപ്പോക്രറ്റാ,
നിന്റെ മൈൻഡിലല്ലേ ചിന്തിക്കുന്നത്. അവനെ നീ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നീ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം, സ്തുതിക്കണം, സ്തുതിക്കണം. അങ്ങനെ സ്തുതിച്ചതിന് ശേഷം കുറേ കഴിയുമ്പോൾ, 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിന്റെ മൈൻഡിൻ്റെ ഒരു മെൻ്റൽ ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ജോയിയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നീ പ്രാർത്ഥനയുടെ ഇടയിൽ അങ്ങ് ചിരിക്കണം. അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കാരണമില്ലാതെ നമുക്ക് കരയാൻ കഴിയത്തില്ല, എന്നാൽ കാരണമില്ലാതെ നമുക്ക് ചിരിക്കാൻ കഴിയും. ഓ ഹല്ലേലൂയ മെസ്സ ഫെല്ല തര ലബഹതനി ഓ സ്പ്രേന സ്വെന്റിനി റയാൻസിനെ ദിഗൽകരി ഹർബജനി വെലഗദനി ഹല്ലേലൂയ ആബസതന ലിയാൻതന ദിഗൽകരി യാർബജന വെച്ചിരി ലഗബറ വസൈതനി ലിയാൻതന. അസാധാരണമാകുന്ന ഒരു സന്തോഷത്തെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. 126-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. നിങ്ങളുടെ വായിൽ ചിരിയും. ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ വായിൽ ചിരിയും. നിങ്ങളുടെ വായിൽ ദൈവസ്തുതികൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ആ ഭയം, ഈ ഭയം, പിശാചിനെ ഭയം, ഈ ഭയങ്ങൾ മുഴുവൻ നിന്നെ വിട്ടുപോകും. സകലതിനെയും ചിരിച്ചു തള്ളുവാനുള്ള പ്രത്യേക കൃപ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നൽകി തരാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ ആത്മാവിൽ പ്രതികരിക്കുക. ഹല്ലേലൂയ. അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ബലഖതബനി അധർഖബതന അസുധന റിയാൻതന റിബാസാതിനി ലെക്തബനി ലെഗബറോ ഫൈൻതിനി. Oh, come on, lift up your voice. Make us sing. Timar Vekas Peli. Sophie Lantirbini, Afela, Taisporena, Bahusvetaneli. Eremo Sametopini, Alebaduna, Jagalmana, Sabertoneli, Yandani.